എന്റെ മോനെ കാളാഞ്ചിയല്ലേ? ആ എപ്പോഴെങ്കിലും കത്തിയല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പള്ളത്തി വ്ളോഗ്. എന്റെ പേര് ആകാശ്. അപ്പൊ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് ഒരു പഴയൊരു മോട്ടോർ ഷെഡാണ്. അതുമ്പോൾ നമ്മൾ ചെറിയൊരു ആർട്ട് വർക്ക് ചെയ്യാൻ പോയെ. അപ്പൊ ആർട്ട് വർക്ക് ചെയ്യുന്നത് നമ്മുടെ അടുത്തൊരു ചേട്ടനാണ്, ജിതിൻ എന്നാണ് ആളുടെ പേര്. അപ്പൊ ആ ചേട്ടന്റെ വർക്കിലേക്ക് നമുക്ക് കിടക്കാം. വർക്കിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ എന്നെ പിടിച്ചിരിക്കുക. അപ്പൊ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മ ഇന്നലെ അവിടെ വൈറ്റ് വാഷ് ചെയ്തിട്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ്, സ്കെച്ചിങ് ഏകദേശം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ഇവിടെ കളറിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആയിട്ടുള്ളൂ. ഇനി ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. ഇനിയുണ്ടല്ലേ വർക്ക്? ഡീറ്റെയിൽ വർക്ക് ചെയ്ത് വരുമ്പോൾ സമയം പിടിക്കും. അപ്പൊ ഇത് ഒരു പകുതിയോളം എത്തിയിട്ടുള്ളൂ കേട്ടാ. ഇനിയുണ്ടെന്ന് പറഞ്ഞേക്കണ ചേട്ടൻ. അപ്പൊ നമുക്ക് നോക്കാം ചേട്ടൻ എങ്ങനെ വരയ്ക്കണേന്നൊക്കെ. ഇനി ബാക്കിയുള്ളതൊക്കെ അടിപൊളി ആയിക്കോട്ടെ. ഇനി വരയ്ക്കാൻ പോണതൊക്കെ നല്ല രസമായിക്കോളൂ കാണാനായിട്ട്. നോക്കാം നമുക്ക്. അപ്പൊ അതേ ഡീറ്റെയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചേട്ടൻ. ബാക്ക് വാലിന്മേൻ്റെ അവിടെയുള്ള ചതമ്പലൊക്കെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. വാലിൻ്റെ ആ ഭാഗത്തുള്ള ചതമ്പലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. ഇനിയാണിന്ന് മീനൊന്ന് കത്താൻ പോണത്. നന്നായിട്ടൊന്ന് തിളങ്ങും ഇപ്പം. ഈ വർക്ക് കഴിയുമ്പോൾ നല്ല ഭംഗിയായിക്കോളും.
ഗായ്സ് നമ്മുടെ വർക്ക് നിർത്തേണ്ട 75% ഇപ്പം കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞേക്കണേ. മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ലൈറ്റും ഒന്നുമില്ല. അപ്പം നാളെ കാണാം നമുക്ക്. ഗായ്സ് ഇന്നലെ മഴ ആയതുകൊണ്ട് നമ്മ നിർത്തി വെച്ച് പോയ പെയിൻറ്റിങ് നമ്മ വീണ്ടും തുടങ്ങിയേക്കേണ്ട. അപ്പോൾ അതേ ജിതിൻ ചേട്ടൻ തുടങ്ങിയിട്ടുണ്ട്, വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ വർക്കൊക്കെ ഇനി കാണാം. ഗൈസ് നമ്മ ഇന്നലെ പകുതിക്ക് വെച്ചിട്ടാണ് ഡീറ്റെയിൽ വർക്ക് നമ്മൾ നിർത്തിയിട്ട് പോയത്. അപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങിയേക്കാണ് ഡീറ്റെയിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആർട്ട് വർക്ക് ഇഷ്ടമാണെന്ന് നിൽക്കുന്നു. ഇഷ്ടമുള്ളവരാണ് ഞാൻ ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ചേട്ടൻ്റെ വർക്കൊക്കെ കയറി കാണാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ വർക്ക് ഡീറ്റെയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പോൾ പകുതിയോളം എത്തിയിട്ടുണ്ട്. 50% ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം ബാക്കി വർക്കുകളൊക്കെ. അപ്പോൾ ഗൈസ് ഞാനെന്താ ഇവിടെ ജസ്റ്റ് ഒരു കലാവിരുത് കാണിച്ച് വെച്ചിട്ടുണ്ട്, മിസ്റ്റർ പള്ളത്തി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് നമ്മുടെ ജിതിൻ ചേട്ടൻ ഒരുവിധം വർക്കൊക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. വേണ്ട ഞാൻ മര്യാദ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഡീറ്റെയിൽ വർക്ക് ഇപ്പോൾ ഒരുവിധം തീരാറായിട്ടെന്ന് ചേട്ടൻ പറഞ്ഞേക്കണേ. ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ലാസ്റ്റത്തെ ഒരു മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കും. ലാസ്റ്റ് ഫുള്ളും വരച്ച് കഴിഞ്ഞിട്ടുള്ള ആ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പം തന്നെ നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. കാളാഞ്ചിനെ കാണാൻ തന്നെ നല്ല രസമായി ഇപ്പം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ മാത്രമല്ല വരയ്ക്കാൻ തീരുമാനിച്ചേക്കുന്നത്, നമ്മൾ വേറെ സ്ഥലത്തും വരയ്ക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വെള്ളത്തിൽ നിന്നാണ് ഷൂട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ചേട്ടനും വെള്ളത്തിൽ നിന്നിട്ടാണ് വരയ്ക്കണത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ വൈറ്റ് വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തുറ്റാ വരയ്ക്കാൻ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല, ഒക്കെ നോക്കാം. അതെ ചേട്ടാ ഇത് തീരാറായാ? ഇതിന് കുറച്ചും കൂടി ഉണ്ട് ഡീറ്റെയിൽ. കുറച്ചുകൂടി ഉണ്ടല്ലേ? കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് അടിയിൽ കുറച്ച് വെള്ളമൊക്കെ വരയ്ക്കണം. വെള്ളവും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിലോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ വെള്ളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫിനിഷാണോ? നോക്കാം വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് ആണല്ലേ. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഇനി വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് അങ്ങനെ. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ കാളാഞ്ചിയുടെ വർക്ക് ഇത് ഇപ്പോൾ ഇവിടെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിൽ വെള്ളത്തിൽ നിന്ന് ചാടുന്ന ഒരു കാളാഞ്ചിയുടെ ഇത് വരയ്ക്കാൻ വേണ്ടി ചേട്ടൻ ഇപ്പോൾ അവിടെ വെള്ളം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കാളാഞ്ചിയുടെ വർക്ക് ഫുള്ളായിട്ട് തീരും. ചേട്ടൻ ഇപ്പോൾ വെള്ളം വരച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഗായ്സ് നമ്മുടെ കാളാഞ്ചീനെ വരയ്ക്കണത് ഏകദേശം കഴിയാറായിട്ട് ഫിനിഷിങ്ങിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഡാർക്ക് ലൈൻസ് ഒക്കെ ഒന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ചേട്ടൻ സെറ്റായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് സെറ്റായിട്ട് കാണിച്ചു തരാം, ഫുള്ളായിട്ട് കാളാഞ്ചീനെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗായ്സ് കാളാഞ്ചീനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ അതേ അടിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതും കഴിഞ്ഞാൽ തീർന്ന് കാളാഞ്ചീറ വർക്ക്.
അപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പടം ശരിക്കും ആസ്വദിച്ച് കാണാൻ പറ്റും, നമുക്ക് നല്ല രസമായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ കാളാഞ്ചി വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ തീർന്നേക്കാണ്. വർക്ക് തീർന്നില്ല കേട്ടാ, വർക്ക് തീർന്നിട്ടാ, നമ്മുടെ ഇവിടെ വർക്ക് ഇവിടെ തീർന്ന് കാളാഞ്ചിറ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്ത് നമ്മൾ ഒരു വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സജഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിക്കോട്ടെ. നമ്മൾ ആ ചെയ്യുന്ന വർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ വർക്ക് തീർന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സന്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ പള്ളത്തി സൈനിങ് ഔട്ട്.